അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അൽഹംദുലില്ലാഹ് വയനാട് ജില്ലയിൽ 4-ാം മൈൽ, സ്ഥലപ്പേര് കാപ്പുംകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ മുഹമ്മദ് മുസ്ലിയാരെ കാണാൻ വന്നതാണ്. CM വലിയുള്ളാഹിയും ആയിട്ട് ഹയാത്ത് കാലത്തിൽ ബന്ധപ്പെടാനും ഒക്കെ ഭാഗ്യം കിട്ടുകയും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഈ 4-ാം മൈലിൽ കാട്ടിച്ചിറ മക്കാമെന്ന് പറഞ്ഞ മക്കാമിൽ ഒരുപാട് കാലം ഹിദ്മത്തെടുക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മുഹമ്മദ് മുസ്ലിയാർ. ഇന്ന് ഉസ്താദ് വീട്ടിൽ പ്രായമൊക്കെ ആയി സുഖമില്ലാണ്ടിരിക്കുകയാണ്. അള്ളാഹു നല്ല ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അതുപോലെ തന്നെ ഷാദിലി റാത്തീബിൻ്റെയൊക്കെ ഖലീഫയാണ്, കുത്തറാത്തീബിൻ്റെയൊക്കെ ഖലീഫയാണ്. അത് ഞണ്ടാടി ഷെയ്ഖാണ് അവരുടെ ഉസ്താദ്. ഇജാസത്തും ഒക്കെ അവിടെ നിന്നാണ്. CM വലിയുള്ളാടെ ഷെയ്ഖാണല്ലോ. ഏതായാലും ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് കാഫിലയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഉസ്താദ് റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. എന്തായാലും ഉസ്താദിൻ്റെ അടുത്ത് വന്നു. ഉസ്താദിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ട് അവിടെ എത്തിയത്. ഉസ്താദ് CM വലിയുള്ളാഹിയുമായ ഹയാത്ത് കാലത്ത് കണ്ടു എന്ന് അറിഞ്ഞു. ഞാനിവിടെയൊക്കെ വരുത്തുണ്ട്. ഇവിടെ കല്ലായി 4-ാം മൈൽ കല്ലായി വന്നിട്ട് ഒരു പേർക്കാരുണ്ട്. കല്ലായി അമ്മതിക്കോ അച്ഛാ അവിടെ വന്ന് പാർക്കലുണ്ട്. 2-3 ദിവസം പാർക്കും. എന്നാൽ അവർക്ക് തന്നെ ഇപ്പോൾ ആ റൂം തുറക്കലൊന്നുമില്ല. CM വലിയുള്ളാഹി താമസ റൂം ഇപ്പോഴും ഉണ്ട് അവിടെ? ഇപ്പം ഉണ്ട്. ഇപ്പം ഞാൻ പോലെ പൊളിച്ചോ എന്നറിയില്ല. വേറെ പോരെല്ലാം കെട്ടിക്കോലി ഞാൻ പോലെ പൊളിച്ചോ എന്നറിയില്ല. അങ്ങോട്ട് പോയിട്ട് എത്രയായി? ഞാൻ കുറേ ആയി പോകാത്ത, ഒരു കൊല്ലം അങ്ങോട്ടൊന്നും പോകാത്ത. സുഖമില്ലാത്തതുകൊണ്ട്. അതിന് മുമ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു? ഞാൻ കുറേ ഇവിടെ തന്നെ അല്ലേ. ഞാൻ നാട്ടിൽ നിന്ന് വന്നതാ. പെരുന്നാൾ അങ്ങോട്ട് പോകാത്തതിന് മുമ്പൊക്കെ പോകുമ്പോൾ പേരെ മുറിയൊക്കെ ഉണ്ട്? ഉണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഉസ്താദ് ഷെയ്ഖുനായ കണ്ട അനുഭവങ്ങളൊന്നും നമ്മളോട്? ഞാൻ പലപ്പോഴും കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ പോക്കുണ്ട്. ഞാൻ ദപ്പും കൊണ്ടാ പോക്ക്. റാത്തീൻ്റെ ഈ ദപ്പും കൊണ്ടാ പോക്ക്. ആ ദഫൊന്ന് കാണിച്ചേരി. ബുദ്ധിമുട്ടുണ്ടോ സാർ? അല്ല, ഈ ദഫും കൊണ്ടാ പോയില്ലേ? ഞാൻ അയച്ചേർന്ന ഷെയ്ഖുനടുത്ത് കൊണ്ടുപോയ ദഫല്ല അല്ലേ? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ ദഫാണല്ലേ? മടവൂരിൻ്റെ മൂപ്പൻ്റെ അടഞ്ഞാളിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രാവശ്യം, എന്നിട്ട് ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം പോയിക്ക്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാ. ആൾക്കാരൊന്നും കയറ്റി വിടുന്നില്ല. അപ്പോൾ അയാൾ പോകണമെന്ന് പറഞ്ഞ് ആ ദഫും കൊണ്ടുവന്ന ആളും കയറ്റിക്കൊണ്ടാണ്. പക്ഷെ മടവൂർ ഷെയ്ഖിനെ പറഞ്ഞ താഴത്തുനിന്ന് ദഫും കൊണ്ടുവന്ന ആളെ കയറ്റിക്കൊണ്ടാണ്. എന്നാൽ നല്ല തിരക്കാ. എന്നിട്ട് ഞാനൊന്ന് വിളിച്ച് അല്ലാതെ നേരം മറ്റുള്ളവരൊന്നും കയറാൻ വിട്ടിക്കില്ല. ഞാൻ പോയി ആണെന്ന് കുറച്ച് ആത്തി കഴിഞ്ഞ് തല്ലി ഒരു 2 ബൈത്ത് ഒന്ന് പാടാവോ? 2 ബൈത്ത് പാടാവോ? മുട്ടിപ്പാടാവോ? മുസ്താദ് പറ്റുന്നല്ലോ, നമുക്ക് കേൾക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട്. പറയണ്ടത്. എന്നിട്ട് ഷെയ്ഖുന അടുത്ത് പോയി ഇത് പാടി കുറേ നേരം. അത് ഞാൻ ആദ്യം തെരീക്കത്ത് വാങ്ങി, എന്നിട്ട് അവിടെ മുറ്റത്ത് വന്നിട്ട് നല്ല മുട്ടിപ്പാടി. അത് ഇവിടെ അല്ല, അത് ഞണ്ടാടി. ഇവിടെ അയാൾ പോയി ഷെയ്ഖിൻ്റെ അരിയത്തിന് നിന്ന് ആളെ നിപ്പിച്ച് കുറേ നേരം ഞാളെ കൊണ്ട് മുട്ടിച്ച് ഞങ്ങൾക്ക് പൈസ വിട്ട് ഞാൻ പല സമയത്ത് പല. എന്നിട്ട് എന്താ ഷെയ്ഖുന പറഞ്ഞത്? ഈ കുത്തറാത്തീവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വലിയ ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്? പറഞ്ഞ് പോയിട്ട് പിന്നെ കാണാൻ പോയപ്പോൾ അനുഭവം എന്താണ്? ഒന്നുമില്ല, നല്ല എനിക്ക് എൻ്റെ യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല.
ഉണ്ടാവില്ല. അല്ലാണ്ട് ഇപ്പോഴത്തെ ഒരാൾ പോയാൽ ഇങ്ങനെ ആൾക്കാർ കാര്യം ഇങ്ങനെ കാത്ത് നിൽക്കണ്ടേ? അതൊന്നും വേണ്ട, നമ്മൾ ചെന്ന വേഗം പരിഗണിക്കും. അതെ. പിന്നീട് നിങ്ങൾ ഈ മക്കാമുമായി ബന്ധപ്പെട്ട ഷെയ്ഖുനയുടെ അനുഭവം ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞു. ഇവിടെ കാട്ടിയെടുക്കൽ കൂടുതൽ തിന്നാൻ പരിചയമില്ല. അവിടെ ആ മക്കാമ് സിഎമ്മിലുള്ള വന്നു, സിഎമ്മിലുള്ള ഹയാത്താക്കിയ മക്കാമല്ലേ? അവിടെ സിഎമ്മിലുള്ള വന്നൊക്കെ ആദ്യം ഉണ്ട്, നേർച്ചയൊക്കെ ഉണ്ട് ആദ്യം തന്നെ. അന്നേരം ചെറിയ ഒരു ഇത്തരില്ലാഞ്ഞ് പിന്നെ കിട്ടിയതായിരുന്നു. വലിപ്പം ഇത്തരില്ലാഞ്ഞ് ഈ കാലിൻ്റെ അവിടെ കാല് മുട്ടിയത് ആ ചുമരിനോട് മുട്ടിയെന്ന് നോക്കി മനസ്സിലായില്ല. ഈ യാറം നീണ്ടിട്ട് ആ മക്കാമ് നീണ്ടു വന്നു. കാലിൻ്റെ ഭാഗം ഇങ്ങനെ മുട്ടിപ്പോയെന്ന് വെച്ചാല് കാല് ഇങ്ങനെ, എനിക്ക് ഇവിടുത്തെ ഭാഷ മനസ്സിലായി. ഭാഷ ഇങ്ങനെ പൊന്തിട്ട് ഇങ്ങനെ പോയിട്ട് യാറും തന്നെ നീണ്ടുപോയി. ഓ, മക്കാമ് തന്നെ നീണ്ടു വരുന്നു. എന്നിട്ട് ആ ഭാഗത്ത് ചുമരങ്ങ് തട്ടിയിട്ട് ചുമരങ്ങ് തട്ടിയിട്ട് കാലങ്ങ് നീണ്ടു വന്നിട്ട് ആ ഭാഗത്തുള്ള ചുമരങ്ങ് തട്ടി താഴ്ത്തി വീണ് പിന്നെ ഒരു പ്രാവശ്യം കെട്ടി വെക്കി. പിന്നെ അങ്ങനെ തന്നെ ഒരു പ്രാവശ്യം ഭിത്തി കെട്ടി നോക്കിയിട്ട് എന്നിട്ടും അങ്ങനെ തന്നെയാ ഉള്ളത്. അങ്ങനെ തന്നെ വീണ് പൊളിഞ്ഞു പോയി, ഈ കാല് നീണ്ടു വരിക. അപ്പം പിന്നെ ആരോ നല്ല പ്രധാനപ്പെട്ട ആൾ വന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാക്കിയാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറം റോഡിലേക്ക് നീങ്ങാൻ അത് ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ഇനി നിങ്ങളത് ആരാ വന്ന് പറഞ്ഞത്? മക്കാം ഇങ്ങനെ നീണ്ടു വന്നപ്പം അത് ഇനി മതിയെന്ന് പറഞ്ഞതാരാ? അത് വടകര മുഹമ്മദ് അജി തങ്ങളാണ്. ആ, മാഷാ അല്ലാ. പിന്നെ അതിനുശേഷം നീണ്ടിട്ടില്ല. ഇപ്പോൾ ചുമലിനോട് ഇങ്ങനെ മുട്ടിയിട്ടുള്ളത്. ഓ. അപ്പൊ സിഎം വലിയ വന്നിട്ടുണ്ടോ ഈ മക്കാമില്? ഓ, എത്രയോ പ്രാവശ്യം വന്നിട്ട്. അപ്പൊ നിങ്ങളുടെ അനുഭവം എന്താണ് ഷെയ്ഖുന അടുത്ത് പോയിട്ട്? ഒരു പ്രാവശ്യം പോയി മുട്ടിപ്പാടി, അല്ലാതെ പോയിട്ട് ഷെയ്ഖുനായിൽ നിന്ന് എന്തെങ്കിലും ഇവിടുത്തെ കറാമത്തോ അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. ഞങ്ങൾക്ക് പ്രയാസ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. ഓരോരുത്തർ പോയാൽ എപ്പോൾ നല്ല സന്തോഷത്തിലാണ് പോയിരുന്നില്ല. എന്തെങ്കിലും പോയി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഷെയ്ഖുന അടുത്ത്? ഇല്ല, ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഞാനിവിടെ ഞണ്ടാടി ഷെയ്ഖിൻ്റെ മൊഴിയിലുമല്ലേ, രണ്ടാഴ്ച അയാത്തിലുള്ള ശരിക്ക് തോന്നിയ. ഓ, രണ്ടാഴ്ച അയാത്തുള്ള കാലത്താണ് നിങ്ങൾ ഷാദിലിയുടെ റിഫായ റാത്തീബിന്റെ തരീഖത്ത് വാങ്ങുന്നത്. ഓരോരുത്ത് മടവൂരിൻ്റെ തെപ്പം ചെന്നാലും വലിയ ഇഷ്ടമാണ്. അതെനിക്ക് അത് അറിയാം, നമ്മളവിടെ പോയിട്ടുണ്ട്. അതായത് രണ്ടാഴ്ച ശരിക്കുന്ന കാലത്ത് ഉറപ്പം വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഒരു കുട്ടി വേണമെന്ന്. ആര് വന്നിട്ട്? ഈ മടവൂർ അവലിയാൻ്റെ ഉപ്പ. അങ്ങനെ മടവൂർ ഷെയ്ഖിനാന്റെ ഉപ്പ വന്നിട്ട് രണ്ടാഴ്ച ഷെയ്ഖിനോട് പറയുമായിരുന്നു. അവരുടെയും ഷെയ്ഖാണല്ലോ. അതെ, ഒരു കുട്ടി വേണമെന്ന് അറിയാലോ. അങ്ങനെ 3-4 പ്രാവശ്യം പറഞ്ഞ പോലെ ദിവസം പറഞ്ഞാലോ ഞങ്ങൾക്ക് കുട്ടിയുണ്ട് പോയിക്കോളി, അബൂബക്കറിന് പേര് വിളിച്ചോളി എന്ന് പറഞ്ഞിട്ട്. രണ്ടാഴ്ച പറയുക എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ? കുട്ടിയുണ്ട്, ഇങ്ങനെ പോയിക്കോളി, അബൂബക്കർ എന്ന് വിളിച്ചോളി പേര്. അന്ന് പേര് വരെ പറഞ്ഞു കൊടുത്ത്. അതെ. രണ്ടാഴ്ച ഷെയ്ഖിൻ്റെ അടുത്ത് ഒരുപാട് സമയം ബന്ധപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങള്? ഞാൻ കുറേ കാലമായില്ലേ, പിന്നെ കൂടുതൽ അങ്ങനെ പോയി നിൽക്കാൻ നേരം ഉണ്ടാവില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും, റാത്തീവിനായിട്ട് അങ്ങ് പോകും. അങ്ങനെ ഇപ്പോഴും റാത്തീവിന് പോലുണ്ടോ? ഇപ്പം അടുത്ത് ഒരാഴ്ച ആയി ബുക്കുള്ള പോയിട്ട് ഷെയ്ഖിൻ്റെ ആണ്ടിന്. രണ്ടാഴ്ച പോയായിരുന്നല്ലേ? ഷെയ്ഖുനാടത്ത് മടവൂർ ഷെയ്ഖുനാനെ കണ്ടപ്പോൾ ഷെയ്ഖുനാട് ആ രൂപം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? അങ്ങനെ പറയാനവരിപ്പോൾ എന്നാലൊന്ന് പറഞ്ഞ് നമ്മൾ കാണാത്ത നമുക്ക് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ചോദിക്കുന്നു. മുഖത്തിന് നല്ല പ്രകാശ തെളിവുള്ള ആളേനു, വലിയ തടിയോ ഇതൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ മുഖം നല്ല പ്രകാശമായിരുന്നു. ഓ, പ്രകാശമായിരുന്നു. താടി ഉണ്ടായിരുന്നു നിങ്ങൾ കാണുമ്പോൾ? താടി കുറഞ്ഞ താടി ഉണ്ടായിരുന്നു. കാര്യമായിട്ട് താടിയൊന്നും ഇല്ല. ചിലപ്പോൾ ഇവിടെ പല സമയത്തും വരും, ചിലപ്പം താടിയൊന്നും ഉണ്ടാവില്ല.
സാരി അപ്പാട് പഠിച്ചടി. അന്ന് നിങ്ങൾ കാണാൻ ചെന്നപ്പോൾ കുറേ ആളുകൾ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഓ അന്നല്ല ഒരു അവധം നിൽക്കുന്ന പറഞ്ഞാൽ എത്ര ആളെ കാണാൻ വരുമോ? ഇന്നത്തെ പോലെ അല്ലാത്ത എന്താ കേട്ടില്ല. അന്ന് ഒരു അവധി ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പോകും, പോയി കാണും. ഇന്ന് അത് ഒരാൾ പോകില്ല. ഇന്നൊരു മഹാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ മഹാൻ അല്ലാണ്ടാക്കാൻ നോക്കുന്ന ആളുകളെ അല്ലേ? അതെ, അങ്ങനത്തെ ഒരു കാലമാണ് ഇന്ന്. അതെ, മഹാന്മാരെ നിസ്സാരപ്പെടുത്തുന്ന അതുകൊണ്ട് ഒരു കാലമാണ് ഇന്ന്. അവലിയാക്കന്മാരോ ശൈഖന്മാരോ പുറത്തില്ല. ഇപ്പം എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ സീമുലുകളുടെ കാലഘട്ടത്തിൽ എത്രയോ മഹാന്മാരായിരുന്നു. അതെ, രണ്ടാടി ഷെയ്ഖ്, കക്കരിപ്പുറം, അതുപോലെ മിലിറ്ററി പാപ്പ, എത്രയോ മഹാന്മാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാര്യമായിട്ട് അത് പറയാനൊന്നും കേൾക്കുന്നില്ല. പറഞ്ഞ വെളിച്ചത്ത് വന്നാലും ഒരേ പരാന്തനാക്കി പിരാന്തനാക്കി കളി ആരല്ലേ ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അതാണ് വലിയ മുസീബത്താണ്. അതെ, അൽഹംദുലില്ലാ. അതാണ് നിങ്ങളുടെ അനുഭവം. അതെ, ഈ മക്കാമിൽ വരുന്ന സമയത്ത് കൂടുതൽ ബന്ധപ്പെട്ട ആളുകളെ വല്ല അറിയാവോ? മടവൂർ ഷെയ്ഖുനായിട്ട് ഇന്ന് ഈ ഭാഗത്ത് ബന്ധപ്പെട്ട വേറെ ആളുകളെ അറിയാവോ നിങ്ങൾക്ക് ഇപ്പോൾ? ഇന്ന് ഹയാത്തിൽ ഉള്ളവർ കല്ലായിനകത്ത് കുട്ടികളെല്ലാം കണ്ടതല്ലേ? ആണുണ്ടല്ലേ? കല്ലായിയുടെ അടുത്ത് തന്നെയാണോ? ഇവിടെ 4 മൈൽ. 4 മൈലല്ലേ? പോകണം. എന്തെന്നേനോൻ്റെ ബഷീർ, എന്തെന്നേനോൻ്റെ പേര് ബഷീർ, മറ്റവൻ്റെ പേര് അഷ്റഫ്. അവരൊക്കെ ഷെയ്ഖുനാനെ കണ്ടതല്ലേ? ഓ, 2 ആൺകുട്ടികളുണ്ട്. മാഷാ അല്ലാഹ്. നൗഫലി അല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഷെയ്ഖുനായിട്ട് ബന്ധപ്പെട്ടു. ഈ മഹാന്മാരൊക്കെ ആയിട്ട് വടകരായി തങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഓ, വടകര തങ്ങളെ ഞാൻ എത്രയോ പ്രാവശ്യം റാത്തിന് പോയി. അവിടെ റാത്തിന് പോയി. ഓ, അയാൾക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങളോട്. ഞാളെ ഒരു മുന്നേറ് വടക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുവിടാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്ന് ഒരു മുന്നേറ് വന്നിരിക്കുന്നു. ഞാൻ ആ പോകാൻ പറഞ്ഞു, ഞാൻ അങ്ങ് നടക്കട്ടെ, നിങ്ങൾ വന്നോളേന്ന്. അപ്പോൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വയ്യറിയില്ലാലോ. വടകര അഹമ്മദാജിൻ്റെ അടുത്തേക്ക് തങ്ങളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ ഞങ്ങളെ കൂട്ടാൻ വന്നതാണ്. ഇവിടെ ഉള്ള ആൾ എന്നെ തരുവനുള്ള ആളാണ്. അയാൾ നിങ്ങൾ വന്നോളി, ഞാൻ മുന്നേ നടക്കട്ടെ. ഞങ്ങൾക്ക് വയ്യായിരുന്നതുകൊണ്ടാണ് കുറേ എല്ലാം ചുറ്റി നടത്തി. അപ്പോൾ ഉച്ചക്കത്തെ ചോറിൻ്റെ സമയമായി. ചോറ് ഇയാൾക്ക് കൊടുക്കുന്നില്ല. ഞാളെ കൂട്ടം പറഞ്ഞ ആള് അത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇരിക്കാനാക്കില്ല, ആള് വരട്ടെ തന്നെ. ഞാളെ എത്തിയ അയാളും കൂടി ചോറ് കൊടുത്ത്. അയാൾ വരുന്ന കാര്യമൊന്നും വളരെ നിങ്ങൾക്ക് അറിയില്ല. അല്ല, അയാൾക്ക് തിരിക്ക് അല്ല, അതല്ല ഇവിടെ മഹാനവറുകൾക്ക് തിരിയും, പക്ഷെ നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് മഹാനവറുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചോറ് തരാന്നത്. അതെ, ഞാനല്ല, ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വിചാരിച്ച ആടെ എത്തി കുറേ മുന്നേ. അപ്പം ഞാനെത്തിയില്ല. മനസ്സിലായി. അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കി ചോറ് വയ്ക്കാനായില്ല, നിങ്ങളെ കൂടെയുള്ള ആൾ വരട്ടെ. എന്ന്. അൽഹംദുലില്ലാ. അപ്പം അതാണ് അനുഭവങ്ങളല്ലേ. ഒരുപാട് തവണ കാണാനും ബന്ധപ്പെടാനൊക്കെ പറ്റി. ഈ ദഫ് മടവൂർ ഷെയ്ഖിനെ കൈകൊണ്ട് മേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അടിച്ചേക്കേണ്ടി. അല്ല, അതല്ല, നിങ്ങൾ ദഫുമായിട്ട് മടവൂർ ഷെയ്ഖിനെ കാണാൻ പോയല്ലോ. അതവർ വാങ്ങി നോക്കുക, അങ്ങനെ മുട്ടി വെക്കുകയും ചെയ്യും. ഈ ദഫ് മേടിച്ച്, ഈ ദഫാണ് അത്? ഇതല്ല, അതാ ദഫ് എന്ന് കാണിച്ചത്. മടവൂർ ഷെയ്ഖിന് തൊട്ട ദഫ്, മടവൂർ ഷെയ്ഖും ഒക്കെ മുട്ടിയ ദഫ അല്ലേ? ഒന്നും കൂടെ ഒന്ന് മുട്ടിത്തരി. വിലായത്തുക ബിമുഹ്യിദ്ദീൻ ബിതമലിക ബിഖുർബാനി ഹുദക ബാലി അൽഖുതുബ ജാഇബകും മുഹമ്മദ്. അൽഹംദുലില്ലാ. അപ്പം ഷെയ്ഖുനെ മുട്ടിയ ദഫ് ഇതാണല്ലേ? അൽഹംദുലില്ലാ. അപ്പം നമ്മൾ നേരത്തെ മുട്ടിയ ദഫ് നമ്മളെ ദഫ് തന്നെ. അൽഹംദുലില്ലാ. ഏതായാലും CM വലിയുള്ളാഹിയുമായും മറ്റു മഹാന്മാരുമായും CM വലിയുള്ളാഹിയുടെ ഷെയ്ഖായ നന്നാടി ഷെയ്ഖുമായൊക്കെ ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ
ഉസ്താദാണ് മുഹമ്മദ് മുസ്ലിയാർ. ഏതായാലും അള്ളാഹു ഉസ്താദിന് നിങ്ങളൊക്കെ ദ്വാരക്കണം. ഉസ്താദിൻ്റെ ആഫിയത്തിനും ദീർഘായുസ്സിനും ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാഹ് തണലാണ്. ഈ നാട്ടുകാർക്കൊക്കെ ഇൻഷാ അള്ളാഹ് ഉസ്താദിൻ്റെ അനുഭവങ്ങളായിരുന്നു നമ്മളോടൊപ്പം പങ്കുവെച്ചത്. ഉസ്താദും ഖാഫില കാണുന്നവർക്കും നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ ഉസ്താദും ദ്വാരക്കുക. ഇൻഷാ അള്ളാഹ് നമുക്ക് പുതിയ അനുഭവങ്ങളുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.